ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സ്റ്റോക്ക്, ഓപ്ഷൻസ്, ഫ്യൂച്ചർ ഇത് മൂന്നും എന്താണെന്ന് നമ്മൾ വിശദമായിട്ടൊന്ന് പഠിക്കുകയാണ്. വ്യത്യസ്ത രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റോക്കുകളുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്. ഓരോന്നിനും ഓരോ ഉദ്ദേശ ലക്ഷ്യങ്ങളാണുള്ളത്, ഓരോ യൂസ് ആണുള്ളത്. നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം. സ്റ്റോക്ക് എന്താണെന്ന് ആദ്യം പഠിക്കാം. സ്റ്റോക്കിൽ നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓണർഷിപ്പ് കിട്ടും. ആ കമ്പനിയിലെ ഒരു ഫ്രാക്ഷണൽ ഓണർഷിപ്പ്, ഒരു നിശ്ചിത എത്രയാണോ ആ സ്റ്റോക്ക് കൊണ്ട് നമ്മൾ വാങ്ങിയ ആ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് ആ കമ്പനിയിൽ കിട്ടുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് ഓണറായിട്ട് മാറുന്നുണ്ട്. നമുക്ക് വോട്ട് ചെയ്യാനും മീറ്റിങ്ങിൽ പോയി വോട്ട് ചെയ്യാനൊക്കെയുള്ള ഒരു റൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. കമ്പനികളുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ആ മീറ്റിങ്ങിൽ നമ്മളുടെ ഒപ്പീനിയൻ പറയാനുള്ള അവസരം ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. സ്റ്റോക്കിന്റെ ലിക്വിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ അത് വാങ്ങാനും വിൽക്കുവാനും ഉള്ള ഒരു ഈസിനെസ്. വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ പറയുന്ന വിലയും വിൽക്കാൻ വരുന്നവർ പറയുന്ന വിലയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ലിക്വിഡിറ്റി ഉള്ള മാർക്കറ്റിൽ വളരെ കുറവായിരിക്കും. പ്രധാനപ്പെട്ട എക്സ്ചേഞ്ചുകളിലൊക്കെ അത് ഈ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യപ്പെടാറുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ NSE, BSE ട്രേഡ് ചെയ്യപ്പെടാറുണ്ട്. ലോങ് ടൈം ഗ്രോത്ത് ആണ് സ്റ്റോക്കിൽ നമുക്ക് കിട്ടാറുള്ളത്. സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അതായത് ഓഹരി മേടിച്ച് കൈവശം വെക്കുക, വർഷങ്ങളോളം വെക്കുക. അപ്പോൾ പല രീതിയിലുള്ള ബെനിഫിറ്റുകൾ അതിൽ കിട്ടാറുണ്ട്. കമ്പനി പെർഫോം ചെയ്യുന്നതനുസരിച്ച്, ബിസിനസ് പെർഫോം ചെയ്യുന്നതനുസരിച്ച് സ്റ്റോക്കിൻ്റെ വാല്യൂവിലെ ഒരു അപ്രീസിയേഷൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്സ് കിട്ടും, ഡിവിഡൻഡ് കിട്ടും. ഇതൊക്കെയാണ് സ്റ്റോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ സ്റ്റോക്ക് വാങ്ങുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് നല്ലൊരു മെച്ചപ്പെട്ട റിട്ടേൺസ് അല്ലെ ബെനിഫിറ്റ് കിട്ടാറുണ്ട്. അങ്ങനെയാണ് ഇതുവരെയുള്ള ഒരു ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്നത്. അതിനകത്തുനിന്ന് ഡിവിഡൻഡ് വഴി പല കമ്പനികളും ഒരു വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒന്നിലധികം തവണയൊക്കെ അവരുടെ ലാഭവിഹിതം ഷെയർ ഹോൾഡേഴ്സിന് പങ്കുവെച്ച് കൊടുക്കാറുണ്ട്. അതാണ് ഡിവിഡൻഡ്. അതും ഒരു വരുമാന മാർഗമാണ് സ്റ്റോക്ക് വാങ്ങി വെക്കുന്നവർക്ക്. ഡൈവേഴ്സിഫിക്കേഷൻ, പല രീതിയിൽ ഉള്ള സ്റ്റോക്കുകൾ പല സെക്ടറുകളിലെ പല കമ്പനികളിലായിട്ട് സ്റ്റോക്കുകൾ വാങ്ങി വെക്കാനുള്ള ഒരു അവസരം സ്റ്റോക്ക് വാങ്ങുന്നവർക്ക് ഉണ്ട്. ഇതിന് ചില റിസ്കുകളും പക്ഷേ ഉണ്ട്. ഒന്ന്, മാർക്കറ്റ് വൊളാറ്റിലിറ്റിയാണ്. മാർക്കറ്റിൽ സ്റ്റോക്കിന്റെ വിലകൾ വളരെ വലിയ രീതിയിൽ ഉള്ള ഉയർച്ച താഴ്ചകൾക്ക് വിധേയരാകുമ്പോൾ നമ്മളുടെ അസറ്റും അതിനനുസരിച്ച് മുകളിലേക്കും താഴേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കമ്പനി സ്പെസിഫിക് റിസ്ക് ഉണ്ട്. ഓരോ കമ്പനികളെയും നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന സ്റ്റോക്ക് ഏത് കമ്പനിയുടെ ആണോ ആ കമ്പനിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂവിനെ അത് ബാധിക്കാറുണ്ട്. വാല്യൂ കുറഞ്ഞാൽ, വാല്യൂ കൂടിയാൽ നല്ലതാണ്. ഡിവിഡൻസ് ഗ്യാരണ്ടി ഒന്നുമില്ല. എല്ലാ കമ്പനികളും ഡിവിഡൻഡ് തരും എന്ന് നിർബന്ധമൊന്നുമില്ല. ഡിവിഡൻഡ് തരാത്ത കമ്പനികളും ഉണ്ട്. അവർ ലാഭം ഉണ്ടെങ്കിലും അവർ ഡിവിഡൻഡ് തരാറില്ല. പകരം അതിൻ്റെ ആ കമ്പനി അവരാ ബിസിനസ്സിൽ തന്നെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുകയും അങ്ങനെ ആ ബിസിനസ് മെച്ചപ്പെടുത്തുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഡിവിഡൻഡ് കിട്ടിയില്ലെങ്കിലും അങ്ങനെയൊക്കെയുള്ള കമ്പനികളിൽ പലപ്പോഴും നമ്മുടെ സ്റ്റോക്കിന്റെ വാല്യൂ അതിനനുസരിച്ച് വർദ്ധിക്കാറുണ്ട്. കാരണം കമ്പനിയുടെ മൂല്യം കൂടുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഡിവിഡൻഡ് തന്നില്ലെങ്കിൽ അതിനർത്ഥം ആ ക്യാഷ് കമ്പനി തന്നെ ഉണ്ടെന്നുള്ളതാണ്. സോ കമ്പനിയുടെ അസറ്റ് കുറയുന്നില്ല. കൂടുതൽ നല്ല ഓപ്പർച്യൂണിറ്റീസിൽ അവർക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിനി ഓപ്ഷൻസ് ആണ് നോക്കുന്നത്. എന്താണ് ഓപ്ഷൻസ്? ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സ് ആണ്. ഡെറിവേറ്റീവ് എന്ന വാക്കിന്റെ അർത്ഥം ഓപ്ഷൻസിന്റെ വാല്യൂ അത് ഡിറൈവ് ചെയ്യുന്നത് എവിടുന്നാണ് കിട്ടുന്നത്. സ്റ്റോക്ക് മൂവ് ചെയ്യുന്ന അനുസരിച്ചാണ് ഓപ്ഷന്റെ വാല്യൂ തീരുമാനിക്കപ്പെടുന്നത്. ഓപ്ഷൻ വേണം മൂവ് ചെയ്യാം, മൂവ് ചെയ്യാതിരിക്കാം, അല്ലെ ഓപ്പോസിറ്റ് മൂവ് ചെയ്യാം. അതൊക്കെ പലതരത്തിലുള്ള ഓപ്ഷൻസിന്റെ പ്രത്യേകതയാണ്. പക്ഷെ അതിന്റെ മൂവ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ മൂവ്മെന്റ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ബാക്കിൽ നിൽക്കുന്ന ഐറ്റം സ്റ്റോക്കാണ്. അപ്പോൾ സ്റ്റോക്കാണ് അണ്ടർലൈൻ, ഓപ്ഷൻസ് ഡെറിവേറ്റീവ്സ് ആണ്. അങ്ങനെയാണ് അത് ആ ബന്ധം. ആ ഓപ്ഷൻസ് നമ്മൾ വാങ്ങുന്നതനുസരിച്ച്, ഓപ്ഷൻസ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കോൾ ഓപ്ഷൻ വാങ്ങിക്കഴിഞ്ഞാൽ ആ സ്റ്റോക്ക് ആ ഒരു നിശ്ചിത വിലയ്ക്ക് വാങ്ങുവാനുള്ള ഒരു അധികാരമാണ് കോൾ വാങ്ങുന്ന ആൾക്ക് കിട്ടുന്നത്. പുട്ട് വാങ്ങുന്ന ആൾക്കാണെങ്കിൽ ആ സ്റ്റോക്ക് ഒരു നിശ്ചിത വിലയ്ക്ക് സ്ട്രൈക്ക് പ്രൈസിന് വിൽക്കുവാനുള്ള ഒരു അധികാരം കിട്ടാറുണ്ട്. പ്രീമിയം കൊടുത്തിട്ടാണ് നമ്മൾ
ഓപ്ഷൻ വാങ്ങുന്നത്. ഓപ്ഷൻ വാങ്ങണമെങ്കിൽ പ്രീമിയം കൊടുക്കണം. ഓപ്ഷൻ്റെ പ്രൈസിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത്, അതായത് കോസ്റ്റാണ്. ഓപ്ഷൻ കോൺട്രാക്റ്റ് വാങ്ങാൻ പ്രീമിയം കൊടുത്താണ് വാങ്ങാം. ഓരോ ഓപ്ഷനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. ഓരോ ഓപ്ഷനും എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് 3 എക്സ്പയറിയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. സ്റ്റോക്കിൻ്റെ കൂട്ട് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഡേറ്റുകളല്ല, മറിച്ച് ഓപ്ഷൻസിന് ഒരു ഡേറ്റ് ഉണ്ട്. നമുക്കൊന്ന് ഡേറ്റ് നോക്കാം. ഇത് ഫോർ എക്സാമ്പിൾ നമ്മൾ NSEയുടെ വെബ്സൈറ്റ് ആണ്. ഇവിടെ സ്റ്റോക്കുകൾ പല രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ഗെയിനേഴ്സും ലോസേഴ്സിൻ്റെയും ഒരു ലിസ്റ്റാണ്. നിഫ്റ്റി 50 എന്ന ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള ചില സ്റ്റോക്കുകളാണ് ഇവിടെ അവർ കാണിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വില വർദ്ധിച്ചത് ഡോക്ടർ റെഡ്ഡി എന്ന സ്റ്റോക്കിനാണ്. ഡോക്ടർ റെഡ്ഡിയുടെ കാര്യം നമുക്ക് നോക്കാം. ഡോക്ടർ റെഡ്ഡിയുടെ സ്റ്റോക്ക് ആണ് നമ്മൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു വില 1326.90 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ വില. അത് തന്നെ ഇന്നലത്തെ വിലയേക്കാൾ ഒരു 51 രൂപ 50 പൈസ കൂടുതലാണ്. അതായത് 4.04% ഇന്നലത്തേക്കാൾ കൂടിയ വിലയ്ക്കാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വില വർദ്ധിച്ച നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്ക്. ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഡെറിവേറ്റീവ്സിൽ നമുക്ക് ഓപ്ഷൻ ചെയിൻ ഉണ്ട്. ഓപ്ഷൻ ചെയിനിൽ നോക്കിയാൽ ഇവിടെ 3 ഡേറ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. 26 ഡിസംബർ എന്ന് പറയുന്നത് ഈ മാസം എക്സ്പയർ ആവുന്ന ഓപ്ഷൻസ് ആണ്. അതിൻ്റെ കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും സ്ട്രൈക്കും വില ബിഡും ആസ്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഓരോ സ്ട്രൈക്കിലുള്ള ഓരോ ഓപ്ഷൻ കോൺട്രാക്ട്സ് ആണ്. അപ്പോൾ 30 ജനുവരിക്ക് എക്സ്പയർ ആകുന്ന ഒരെണ്ണമുണ്ട്, 27 ഫെബ്രുവരിക്ക് എക്സ്പയർ ആകുന്നതുകൊണ്ട് എന്നൊന്ന് മനസ്സിലാക്കേണ്ടത്. ഫെബ്രുവരി 26 എന്ന് പറയുമ്പോൾ 27 എന്ന് പറയുമ്പോൾ മൺഡേ ആണ്. ഫെബ്രുവരി 27 തേഴ്സ്ഡേ. അപ്പോൾ എല്ലാ വ്യാഴാഴ്ച എക്സ്പയർ ആകുന്ന രീതിയിൽ 3 മാസത്തെ ഓപ്ഷൻസ് ആണ് എല്ലാം എപ്പോഴും ഓപ്പൺ ആയിട്ട് ഇരിക്കാറുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അതിൻ്റെ ലൈഫ് സ്പാൻ. അതുവരെ അതിന് ലൈഫ് ഉള്ളൂ. അന്ന് അതിൻ്റെ ലൈഫ് തീരുകയാണ് ചെയ്യുന്നത്. ചില ഓപ്ഷൻസ് എന്തെങ്കിലും ചെറിയ വാല്യൂയോടുകൂടി, അല്ലെങ്കിൽ ചെറിയ വാല്യൂ എന്നല്ല, അതിൻ്റെ ആ ഇൻട്രിൻസിക് വാല്യൂ എത്രയുണ്ടോ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വാല്യൂവിൽ അത് ക്ലോസ് ആവും. പക്ഷേ മറ്റു പല ഓപ്ഷൻസും സ്ട്രൈക്ക് പ്രൈസ് എവിടെ വരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് 0 ക്ലോസ് ആവാറുണ്ട്. ലിവറേജ് ആണ് മറ്റൊന്ന് ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. വളരെ വലിയ പൊസിഷൻസ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ചെറിയൊരു ക്യാപിറ്റൽ മതിയാവും. നമുക്കിവിടെ നോക്കി മനസ്സിലാക്കാം. ഡിസംബറിലെ ഓപ്ഷൻസ് ലിസ്റ്റ്, ഓപ്ഷൻസ് ചെയിൻ നോക്കുമ്പോൾ 625 ആണ് ഇവിടുത്തെ ലോട്ട് സൈസ് മിനിമം. അപ്പോൾ 625 ക്വാണ്ടിറ്റി നമ്മൾ 1330 രൂപ വെച്ച് വാങ്ങുമ്പോൾ 625 ഗുണം 1330 എന്ന് പറയുന്നത് 8,31,250 രൂപയാണ്. പക്ഷേ ഇത്രയും പൈസ നമുക്ക് ചിലവാക്കേണ്ട, അത്രയും ക്വാണ്ടിറ്റി, അത്രയും വാല്യൂ ഉള്ള സ്റ്റോക്ക് കൈകാര്യം ചെയ്യുവാനായിട്ട് ചിലവാക്കേണ്ടി വരുന്നത്, നമ്മൾ കോൾ ഓപ്ഷനാണ് വാങ്ങുന്നതെങ്കിൽ 13 രൂപ ചിലവാക്കിയാൽ മതി. 13 ഗുണം 625, അതായത് 86,000. 13 ഗുണം 8,125 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് 8,31,250 രൂപയുടെ സ്റ്റോക്കിനകത്ത് വരുന്ന വ്യത്യാസം, ആ ബെനിഫിറ്റ്, അതിൻ്റെ ഒരു നേട്ടം നമുക്ക് കിട്ടും. അതിനെയാണ് ലിവറേജ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ വലിയ പൊസിഷൻസും ചെറിയ ക്യാപിറ്റൽ കൊണ്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവസരം. ഓപ്ഷൻ വാങ്ങുന്നതുകൊണ്ട് അല്ലെങ്കിൽ വിൽക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ്? ബൈ ചെയ്യുന്നവർക്ക് ലിമിറ്റഡ് റിസ്കേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ കണ്ട ഈ ഓപ്ഷൻ വാങ്ങിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് വാങ്ങുന്ന ഒരു വ്യക്തിക്ക് 8,31,250 രൂപയുടെ റിസ്ക് ഉണ്ട്. പക്ഷേ ഓപ്ഷൻ വാങ്ങുന്ന വ്യക്തിക്ക് 1,330 ഓപ്ഷനാണ് വാങ്ങുന്നതെങ്കിൽ സ്റ്റോക്ക് മുകളിലേക്ക് പോയാൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. പക്ഷേ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നഷ്ടപ്പെടാനുള്ള എമൗണ്ട് 8,125 മാത്രമാണ്. അതാണ് ലിമിറ്റഡ് റിസ്ക് ഫോർ ബൈസ്. ഹൈ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ലിവറേജ്. ഇതാണ് ഇപ്പോൾ ഈ പറഞ്ഞതാണ്
ക്യാപിറ്റലിൻ്റെ ഒരു പുറത്ത് ഉള്ള റിട്ടേൺസ് വളരെ വലിയ രീതിയിൽ വരും. കാരണം ഈ ലിവറേജ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. പോർട്ട്ഫോളിയോ ഹെഡ്ജ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഇത് വാങ്ങി വെച്ചിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 8 ലക്ഷം രൂപ അല്ലെ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് എങ്ങോട്ട് പോകും എന്ന് നമുക്കറിയാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ വേണമെങ്കിൽ നമുക്ക് ഹെഡ്ജിങ്ങിൻ്റെ ഭാഗമായിട്ട് 1300 പുട്ട് ഓപ്ഷൻ വാങ്ങി വെക്കാൻ പറ്റും. അപ്പോൾ സ്റ്റോക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 1300 താഴെ വന്നു കഴിഞ്ഞാൽ ഈ പുട്ട് അതിൻ്റെ കാര്യം നോക്കിക്കോളും. നമുക്കത് ഹെഡ്ജ് ആയി കഴിഞ്ഞു. നമ്മൾ ഈ പ്രീമിയം കൊടുത്തിട്ട് വാങ്ങിയിട്ടുണ്ട്, 1300 താഴെ വരുന്ന നഷ്ടമല്ല, നമുക്ക് പുട്ട് വഴി കിട്ടും, മൈനസ് പ്രീമിയം. അങ്ങനെയൊക്കെയുള്ള ഹെഡ്ജിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉപയോഗിക്കാൻ പറ്റും. ഓപ്ഷൻസിന് റിസ്ക് ഉണ്ട്. പ്രധാനപ്പെട്ട റിസ്ക് ടൈം ഡീക്കെയാണ്. ഇവിടെ നമ്മൾ കണ്ട ഈ 9.6 എന്ന് പറയുന്ന എമൗണ്ട് പ്യുവർലി ടൈം വാല്യൂ ആണ്. കാരണം ഇത് ഔട്ട് ഓഫ് ദ മണി പുട്ടാണ്. ഇത് ഈ 26 ഡിസംബറിന് മുമ്പ് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടി വന്നില്ല എങ്കിൽ ഇത് ഇത്രയും പൈസയും പൂജ്യത്തിലോട്ട് പോവുകയും അത് നമുക്ക് നഷ്ടം വരികയും ചെയ്യും. 9.6 എന്ന് പറയുമ്പോൾ എത്രയാണോ ആ ടൈം വാല്യൂ, ആ ടൈം വാല്യൂ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഓരോ ദിവസം ചെല്ലും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും കുറേശ്ശെ. അതാണ് ടൈം ഡീക്കെ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓപ്ഷൻസിൽ കളിക്കണമെങ്കിൽ പല രീതിയിലുള്ള, ഒന്ന് അവിടെ പുട്ട് ഓപ്ഷൻ ഉണ്ട്, മറ്റൊന്ന് കോൾ ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ പ്രവർത്തന രീതികൾ ഔട്ട് ഓഫ് ദ മണിയുണ്ട്, ഇൻ ദ മണിയുണ്ട്, നിയർ ദ മണിയുണ്ട്, ഡീപ്പ് ഇൻ ദ മണിയുണ്ട്, ഫാർ ഔട്ട് ഓഫ് ദ മണിയുണ്ട്. ഇതെല്ലാം കോളിനും ഉണ്ട്, പുട്ടിനും ഉണ്ട്. ഇത് രണ്ട് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഇതിന്റെയൊക്കെ ബിഹേവിയർ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു അറിവ് ആവശ്യമാണ്. സെല്ല് ചെയ്യുന്ന വ്യക്തിക്ക് റിസ്ക് അൺലിമിറ്റഡ് ആണ്. കാരണം അദ്ദേഹത്തിന് ഒന്നുകിൽ ഡെലിവറി കൊടുക്കണം അല്ലെങ്കിൽ ഡെലിവറി എടുക്കണം. ഡിപ്പെൻഡിങ് അപ്പോൾ കോളാണോ പുട്ടാണോ അദ്ദേഹം സെല്ല് ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് കോളാണ് വിറ്റതെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് ഉള്ള റിസ്ക് ഉണ്ട്. പുട്ടാണ് വിറ്റതെങ്കിൽ ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിസ്ക് ഉണ്ട്. കാരണം പുട്ടിൻ്റെ റിസ്ക് അദ്ദേഹം ഏറ്റെടുക്കുന്നത് സ്റ്റോക്ക് താഴേക്ക് വരുമ്പോഴാണ്. അപ്പോൾ താഴേക്ക് ഏത് സ്റ്റോക്കും 0 വരെയാണ് വരുന്നത്. ഫ്യൂച്ചേഴ്സ് എന്താണ്? ഫ്യൂച്ചേഴ്സും ഡെറിവേറ്റീവ്സ് തന്നെയാണ്. അത് ഭാവിയിലെ ഒരു ഡേറ്റിൽ അത് പർച്ചേസ് ചെയ്യുവാനുള്ള ഒരു ബാധ്യത ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ സെൽ ചെയ്യാനുള്ള ബാധ്യത ഏറ്റെടുക്കുന്നു നമ്മൾ ഈ ഫ്യൂച്ചറിൽ ഇടപെടുന്നത് വഴി. ഇതിന് ഇനിഷ്യലി ഒരു മാർജിൻ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്, പിന്നെ മെയിൻ്റനൻസ് മാർജിൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. മാർജിൻ വെച്ചിട്ടാണ് നമ്മൾ ഓപ്ഷൻസ് ആണെങ്കിലും അങ്ങനെ തന്നെ ഫ്യൂച്ചറിലാണെങ്കിൽ നമ്മൾ പൊസിഷൻസ് എടുക്കുക. ഇത് ഫിസിക്കൽ സെറ്റിൽമെൻ്റ് അല്ല, പിന്നെ ക്യാഷ് സെറ്റിൽഡ് ആണ്. അതായത് നമ്മളിത് വിറ്റ് മാറുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ. പൊസിഷൻസ് നമ്മൾ ഡെലിവറി എടുക്കാനോ അല്ലെങ്കിൽ ഡെലിവറി കൊടുക്കാനോ നിൽക്കാതെ പൊസിഷൻ വിറ്റ് സ്ക്വയർ ഓഫ് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് ഔട്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് സെറ്റിൽ ചെയ്യുക. സ്ക്വയർ ഓഫ് ആണ്. ഫ്യൂച്ചേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് ലിക്വിഡിറ്റി ഉണ്ട്. അതായത് വിൽക്കാനും വാങ്ങാനും ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട മാർക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ അത് നിഫ്റ്റി, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി, അല്ലെങ്കിൽ റിലയൻസ്, അല്ലെങ്കിൽ ഡോക്ടർ നിഫ്റ്റി, ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കൗണ്ടറുകളിൽ ലിക്വിഡിറ്റി ഉണ്ട്. നല്ല രീതിയിൽ നമുക്ക് വിറ്റുമാറാൻ പറ്റും നഷ്ടമില്ലാതെ. നഷ്ടം മീൻസ് ട്രേഡ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റ് മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം വരാം. അവിടുത്തെ ആ സ്പ്രെഡ് അനുസരിച്ച് അത് കുറവായിരിക്കും. ലിവറേജ് ഉണ്ട്, അഡ്വാൻറ്റേജ് ആണ്. ഫ്യൂച്ചറിൻ്റെ ഒരു ലിവറേജ് ഉണ്ട്. നമുക്ക് ഫുള്ള് പൈസ വെക്കാതെ തന്നെ മാർജിൻ വെച്ചുകൊണ്ട് ഇതിനകത്ത് ഏർപ്പെടുത്താൻ പറ്റും. ബിസിനസ്സുകൾക്ക് ഹെഡ്ജിങ് ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഭാവിയിൽ ഒരു ഡേറ്റ് ഇപ്പോഴേ ഫിക്സ് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടുകയാണ്. ഫ്യൂച്ചറിൻ്റെ റിസ്ക്, ഇവിടെയും ലിവറേജ് ഉള്ളത് കൊണ്ട് തന്നെ ലാഭം നല്ല രീതിയിൽ ആംപ്ലിഫൈ ചെയ്യപ്പെടും. വളരെ വലിയ രീതിയിലുള്ള ലാഭം കിട്ടുവാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ക്യാപിറ്റൽ പരിഗണിക്കുമ്പോൾ. അതേസമയം നഷ്ടത്തിൻ്റെ കാര്യത്തിലും ഒട്ടും മോശമല്ല. 1 ലക്ഷം രൂപ ലാഭം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ നഷ്ടമുള്ളതിനുള്ള ചാൻസും ഫ്യൂച്ചറിലുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യേണ്ട സാധനമാണ് എന്നർത്ഥം. മാർജിൻ കോൾ, നമ്മൾ മാർജിൻ വെച്ചിട്ടാണ് ഫ്യൂച്ചറിൽ പൊസിഷൻ എടുക്കുക. പക്ഷേ പൊസിഷൻ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വെച്ച മാർജിനകത്തുനിന്ന് ആണ് ആ MTM മാർക്ക് ടു മാർക്കറ്റ് എന്നുള്ള രീതിയിൽ ആ ഫണ്ട് അവർ അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഷോർട്ടേജ് വരും. ബ്രോക്കർ നമ്മളെ വിളിക്കും. അതാണ് നമ്മളെ വിളിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണൊക്കെ ചെയ്യണമെന്നില്ല. അവർ നമ്മൾ ഇമെയിൽ അയക്കുകയോ നോട്ടിഫിക്കേഷൻ അയക്കുകയോ ഒക്കെ ആയിരിക്കും, SMS അയക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കും. അവർ പക്ഷേ വിളിക്കുകയും ചെയ്തേക്കാം. അല്ലെങ്കിൽ അവർ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യും.
അത് അഡീഷണൽ ഫണ്ട് നമ്മൾ ഇടേണ്ടി വരും, അല്ലെങ്കിൽ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്ത് നഷ്ടത്തിൽ അവർ ഫിനിഷ് ചെയ്യും. ഹൈ മാർക്കറ്റ് വൊളാറ്റിലിറ്റി, മാർക്കറ്റിലെ ഒരു റിസ്ക് എന്ന് പറയുന്നത് മാർക്കറ്റിൽ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്കും താഴേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ പൊസിഷൻസിനെ ബാധിക്കാറുണ്ട്. ഫ്യൂച്ചറിലാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ലിവറേജ് ഉണ്ട്, വളരെ വലിയ രീതിയിലുള്ള നഷ്ടവും ലാഭവും വരും. ഒരു കമ്പാരിസൺ ആണ്. ഓണർഷിപ്പ് സ്റ്റോക്കിലാണെങ്കിൽ നമുക്ക് കമ്പനിയിലെ ഓണർഷിപ്പിന്റെ ഒരു പാർട്ട് കിട്ടും. ഓപ്ഷൻസിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓണർഷിപ്പ് ഒന്നുമില്ല, കമ്പനിയുമായിട്ട് ബന്ധമൊന്നുമില്ല. ഓപ്ഷൻ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്, സ്റ്റോക്കിന്റെ ഡെറിവേറ്റീവ് ആണ്. ഓപ്ഷൻ ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് സ്റ്റോക്സ്, ഫ്യൂച്ചർ ഈസ് ഓൾസോ എ ഡെറിവേറ്റീവ് ഓഫ് സ്റ്റോക്സ്. രണ്ടും സ്റ്റോക്കിന്റെ ഡെറിവേറ്റീവ് ആണ്. കമ്പനിയായിട്ട് നേരിട്ട് ബന്ധമില്ല, സ്റ്റോക്കുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ, അതായത് സ്റ്റോക്കിന്റെ ബിഹേവിയറുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഓണർഷിപ്പ് ഇല്ല. ലിവറേജ് സ്റ്റോക്കിൽ ഇല്ല. 1000 രൂപ കൊടുക്കുന്നു, 1000 രൂപയുടെ സ്റ്റോക്ക് മേടിക്കുന്നു, അത്രയേ ഉള്ളൂ. ഓപ്ഷൻസിൽ ലിവറേജ് ഉണ്ട്, കാരണം ഓപ്ഷൻ ചെറിയ എമൗണ്ട് കൊണ്ട് തന്നെ വളരെ വലിയ ഒരു ലോട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ കണ്ടു. ഫ്യൂച്ചറിലും അത് തന്നെയാണ് സിറ്റുവേഷൻ, ലിവറേജ് ഉണ്ട്. എക്സ്പയറി ഡേറ്റിന്റെ കാര്യത്തിൽ സ്റ്റോക്കിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. സ്റ്റോക്ക് കമ്പനി ലിസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യപ്പെടുന്ന കാലത്തോളം, അതിപ്പോൾ വർഷങ്ങളായാലും നൂറ്റാണ്ടുകളോളം ആയാലും ആയിരക്കണക്കിന് വർഷങ്ങളായാലും ആ കമ്പനി അവിടെ ഉള്ളിടത്തോളം അതിന് ആ ലൈഫ് അവിടെ ഉണ്ട്, എക്സ്പയറി ഇല്ല. ഓപ്ഷൻസിന് നമ്മളിപ്പോൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, എല്ലാ മാസവും വ്യാഴാഴ്ച ദിവസം എക്സ്പയർ ആവും. വ്യാഴാഴ്ച അവധിയാണെങ്കിൽ അതിൻ്റെ തൊട്ട് തലേ ദിവസം എക്സ്പയർ ആവും. 3 മാസത്തെയാണ് എപ്പോഴും ഓപ്പൺ ആയിട്ടുള്ളത്. ഫ്രണ്ട്, നെക്സ്റ്റ്, ഫാർ. ഫ്രണ്ട് മന്ത്, നെക്സ്റ്റ് മന്ത്, ഫാർ മന്ത്, ഇങ്ങനെ 3 ഓപ്ഷൻ, 3 മന്ത്ലി സീരീസ് ഓപ്പൺ ആയിരിക്കും. സെയിം സിസ്റ്റമാണ് ഫ്യൂച്ചറിനും, അതുപോലെ തന്നെ ഫ്യൂച്ചറിലും ഉണ്ടായിരിക്കും. ഫ്യൂച്ചർ നമുക്ക് നോക്കാം. ഡോക്ടർ റെഡ്ഡിയുടെ ഫ്യൂച്ചർ ഓൾ കോൺട്രാക്ട്സ് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാൻ പറ്റും. സ്റ്റോക്ക് ഓപ്ഷൻസ് ആണ് മുമ്പ് നമ്മൾ കണ്ടത്. ഓപ്ഷൻ ചെയിനിൽ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് കിട്ടും. 3 എണ്ണം ഉണ്ട്. 26 ഡിസംബർ, 30 ജനുവരി, 27 ഫെബ്രുവരി, ഈ രീതിയിൽ 3 ഫ്യൂച്ചർ സീരീസ് ആണുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ഇപ്പോൾ ഡിസംബറിലാണ്. അത് കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരിയിലും കച്ചവടമുണ്ട്. ഫെബ്രുവരിയിലെ പൊസിഷൻസ് ഇപ്പോഴേ ആൾക്കാർ എടുക്കുന്നുണ്ട് എന്നർത്ഥം, വില നോക്കിയിട്ട്. സോ എക്സ്പയറി അതിനുമുണ്ട് 3 എണ്ണം. സ്റ്റോക്കിലെ റിസ്ക് ലിമിറ്റഡ് ആണ്, കാരണം പൊസിഷൻ എടുക്കുന്ന അനുസരിച്ച് നമ്മൾ പൈസ കൊടുത്ത് സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ട്, അത് എത്രയാണോ അതാണ് നമ്മുടെ മാക്സിമം റിസ്ക്, അത് ലിമിറ്റഡ് ആണ്. ഓപ്ഷന്റെ കേസിൽ നമ്മൾ ബൈ ചെയ്ത ഓപ്ഷൻ ആണെങ്കിൽ ബൈ ചെയ്യാൻ കൊടുത്ത പ്രീമിയം അത്രയാണ് നമ്മുടെ റിസ്ക്. പക്ഷെ സെൽ ആണെങ്കിൽ കോൾ ഓപ്ഷന്റെ കേസിൽ അൺലിമിറ്റഡ് ആണ്, പുട്ട് ഓപ്ഷന്റെ കേസിൽ സിഗ്നിഫിക്കൻ്റ് ആണ്. ഫ്യൂച്ചേഴ്സിന്റെ കേസിൽ ഫ്യൂച്ചർ വിൽക്കുകയാണ് ചെയ്തതെങ്കിൽ അൺലിമിറ്റഡ് റിസ്ക് ആണ്, കാരണം മുകളിലോട്ട് പോകുന്നതോറും വിറ്റ വ്യക്തിക്ക് നഷ്ടം വരും. അൺലിമിറ്റഡ് റിസ്ക് ടു ദ അപ്സൈഡ്. മുകളിലോട്ട് എത്ര പോകുന്നു, ടെക്നിക്കലി യാതൊരു ലിമിറ്റും ഇല്ല. പക്ഷേ ഫ്യൂച്ചർ വാങ്ങുകയാണ് ചെയ്തതെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് റിസ്ക്, ജസ്റ്റ് ലൈക്ക് ഇവിടെ പുട്ട് ഓപ്ഷൻ വിറ്റ കേസ് പറഞ്ഞ കൂട്ട് തന്നെ, ഫ്യൂച്ചർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ താഴേക്കുള്ള റിസ്ക് 0 വരെ ആണ്, അതിന് സിഗ്നിഫിക്കൻറ്റ് റിസ്ക് എന്നാണ് പറയേണ്ടത്. മുകളിലോട്ടുള്ളത് അൺലിമിറ്റഡ് ആണ്. ലിക്വിഡിറ്റി, മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുവാനുള്ള ഒരു ബിഡും ആസ്കും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്. സ്റ്റോക്കിന്റെ കേസിൽ നല്ല ലിക്വിഡിറ്റി ഉണ്ട്, അവിടെ വലിയ ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല, ഈസി ആയിട്ട് വിറ്റ് മാറാൻ പറ്റും, വാങ്ങാൻ പറ്റും. ഓപ്ഷന്റെ കേസിൽ അത്രയ്ക്ക് അങ്ങോട്ട് സ്റ്റോക്കിന്റെ അത്രയും ലിക്വിഡിറ്റി ഇല്ല, കാരണം കുറേ ആൾക്കാർ ഇവിടെ കുറവാണ് ട്രേഡ് ചെയ്യാൻ സ്റ്റോക്കിന്റെ ഒക്കെ കേസിൽ. ഫ്യൂച്ചറിൽ കൂടുതൽ ട്രേഡ് നടക്കാറുണ്ട്, നമ്മളിപ്പോൾ ഡോക്ടർ കണ്ടായിരുന്നു. കോംപ്ലക്സിറ്റി, ട്രേഡ് ചെയ്യുന്നതിന്റെ ഒരു ഈസി ആണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ ഈസിയാണ്, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓപ്ഷന്റെ കേസിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഹൈ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഐറ്റംസ് ഡീൽ ചെയ്യേണ്ടി വരും പലപ്പോഴും. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഓപ്ഷൻസ് ചെയ്യാനായിട്ട്. ഇവിടെയും അങ്ങനെ തന്നെയാണ് ഫ്യൂച്ചറും. ഒന്നാമത് ലിവറേജ് ഒക്കെ ഉണ്ട്, എന്നാലും ഓപ്ഷൻസിന്റെ അത്രയും കോംപ്ലിക്കേഷൻ എന്തായാലും ഫ്യൂച്ചറിലില്ല, കാരണം ഇവിടെ 1-for-1 ചേഞ്ച് ആണ് നടക്കാറുള്ളത്. ഏത് സാഹചര്യങ്ങളിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഗ്രോത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സ്റ്റോക്ക് വാങ്ങി വെക്കാറുള്ളത്. പക്ഷേ ഓപ്ഷൻസിൽ നമ്മൾ ഏർപ്പെടുത്തുമ്പോൾ ഒന്ന് ഹെഡ്ജിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ പൊസിഷൻ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്, സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടും ചെയ്യാറുണ്ട്. നമ്മൾ സ്റ്റോക്ക് ഒന്നും ഇല്ല എങ്കിൽ പോലും ചെയ്യാറുണ്ട്.
വേറെയും ചില മാർഗങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പുട്ട് വിറ്റുകൊണ്ട് നല്ലൊരു പൊസിഷൻ എത്താനുള്ള ഒരു അവസരത്തിലേക്ക് വെയിറ്റ് ചെയ്യാനും ഒക്കെയുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുപക്ഷെ നമുക്ക് ഹെഡ്ജിങ്ങിന്റെ ഹെഡിങ്ങിൽ പെടുത്താൻ പറ്റും. ഇവിടെയും ഫ്യൂച്ചറിലും ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഹെഡ്ജ് ചെയ്യാം. പ്രൈസ് താഴേക്ക് വരും, പോർട്ട്ഫോളിയോയുടെ പ്രൈസ് താഴേക്ക് വരും നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ടാക്സ് സേവിങ്ങിന്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് വിറ്റുമാറാതെ നമുക്ക് ആ ഒരു 1-2 മാസമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ, 3 മാസം വരെയുള്ള ഫ്യൂച്ചേഴ്സ് ഓപ്പൺ ആണ്. 3-ാമത്തെ മാസത്തെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ വിറ്റ് കൊണ്ട് നമ്മുടെ പോർട്ട്ഫോളിയോയുടെ റിസ്ക്, ഡൗൺ സൈഡ് റിസ്ക് കുറയ്ക്കാൻ പറ്റും. കാരണം പോർട്ട്ഫോളിയോ താഴേക്ക് വരുമ്പോൾ നമ്മളുടെ ഫ്യൂച്ചർ ലാഭത്തിലോട്ട് പോകും, നമ്മൾ ഫ്യൂച്ചർ ഷോർട്ട് ചെയ്തുകൊണ്ട്. റൈറ്റ് ഇൻസ്ട്രുമെന്റ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ റിസ്ക് ടോളറൻസ് നമ്മൾ പരിഗണിക്കണം. കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ്, അതായത് വലിയ റിസ്ക് ഒന്നും എടുക്കാൻ താല്പര്യമില്ലാത്ത, പരമ്പരാഗതമായ രീതിയിൽ ചെയ്യുന്ന, അധികം റിസ്ക് എടുക്കാത്ത ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ സ്റ്റോക്ക് ആയിരിക്കും അവർക്ക് നല്ലത്. സ്റ്റോക്ക് വാങ്ങി അവർ വെക്കുന്നു, അവർ പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. സ്റ്റോക്കിന്റെ കേസ് വല്ലപ്പോഴും ഒക്കെ 2 വർഷം കൂടുമ്പോഴൊക്കെ ആയിരിക്കും അവർ ശ്രദ്ധിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ളവർക്ക് വേണമെങ്കിൽ സ്റ്റോക്ക്, അവർക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല, അവർ സ്റ്റോക്ക് വാങ്ങി വെക്കാറുണ്ട്. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, അത് ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് ഉള്ള ലാഭമായിരിക്കാം, അതല്ലെങ്കിൽ ചില ആൾക്കാർ റിസ്ക് എടുക്കാൻ ഉള്ള ഒരു മെന്റാലിറ്റി ഉള്ളവരാണ്. അവർക്കൊക്കെ ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സുമാണ് ചെയ്യാനുള്ള സ്യൂട്ടബിലിറ്റി. നിക്ഷേപ ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി വേണമെങ്കിലും തീരുമാനമെടുക്കാം. ലോങ് ടൈമിലേക്കാണെങ്കിൽ സ്റ്റോക്ക് വാങ്ങി വയ്ക്കാം. ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും ട്രേഡിങ്ങിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ 1-2-3 മാസ കാലയളവിലെ ട്രേഡിംഗ് വ്യൂ എടുത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹെഡ്ജിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്യാം. മാർക്കറ്റിലെ അറിവനുസരിച്ച് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ട്രേഡ് ചെയ്യണമെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡ് കേസല്ല, കുറച്ച് അറിവ് ആവശ്യമാണ്, അഡ്വാൻസ്ഡ് അറിവ് തന്നെ ആവശ്യമാണ്. ക്യാപിറ്റൽ എത്രയുണ്ടോ എന്നുള്ളതിനനുസരിച്ചും ട്രേഡ് തീരുമാനിക്കാൻ പറ്റും. സ്റ്റോക്ക് ആണെങ്കിൽ വളരെ വലിയൊരു എമൗണ്ട് ഒക്കെ ആദ്യമേ അതന്നെ ഇട്ട് വെച്ചിട്ട് പിന്നെ ആ വഴിക്ക് കുറച്ചാൾ പോകാതിരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ സ്റ്റോക്കിൽ ചെയ്യാൻ പറ്റും. ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ചെറിയ ക്യാപിറ്റൽ ഉള്ളവർ പലപ്പോഴും പക്ഷേ ഓപ്ഷൻസ് വാങ്ങി വെക്കുകയും അല്ലെങ്കിൽ ഫ്യൂച്ചർ ഷോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. കാരണം അവർക്ക് ലിവറേജ് കിട്ടുന്നുണ്ട്. ലിവറേജ് കൊണ്ടുള്ള ഗുണം, ദോഷവും ഉണ്ട്. ഗുണമെന്ന് പറയുന്നത് ട്രേഡ് ശരിക്കും ചെയ്യാൻ അറിയാവുന്നവർക്ക് അത് അവർക്ക് നല്ല ലാഭം പെട്ടെന്ന് തന്നെ എടുക്കാനുള്ള ഒരു അവസരം കിട്ടും. ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റോക്കും ഫ്യൂച്ചറും ഓപ്ഷൻസും ഒക്കെ വ്യത്യസ്ത രീതിയിലുള്ള റോളുകളാണ് അവർക്ക് ഇവിടെ ചെയ്യാനുള്ളത്. സ്റ്റോക്ക് ആണെങ്കിൽ സിമ്പിളാണ്, ലോങ് ടൈം ഗ്രോത്തിൽ ഉപയോഗിക്കാം. ഓപ്ഷൻസ് ആണെങ്കിൽ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പല ലെവലുകളിലുള്ള പൊസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അതോടൊപ്പം ലിവറേജ് ഉണ്ട്. ഹെഡ്ജിങ്ങിന്റെ ഭാഗമായിട്ട് റിസ്ക് മാനേജ് ചെയ്യാനും നമുക്ക് ഓപ്ഷൻസ് ഉപയോഗിക്കാം. ഫ്യൂച്ചർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് സ്പെക്കുലേഷന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാം, ഹെഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കാം. പല രീതിയിലുള്ള മാർക്കറ്റുകളിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു എൻട്രി ചെയ്യാനായിട്ട് നമുക്ക് ഫ്യൂച്ചർ ഉപയോഗിക്കാം. കാരണം നമുക്ക് ലിവറേജ് കിട്ടുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. Please like, share, comment and subscribe. Happy investing.